ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള ഒക്ടോബർ മാസത്തെ ഈ യാത്ര ജപമാല ചൊല്ലിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. ജപമാല ചൊല്ലുന്നവർക്ക് അമ്മ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നല്ല മരണം ലഭിക്കും, സ്വർഗത്തിന് നമ്മെ ഒരുക്കും, സ്വർഗം നമുക്ക് നൽകും, പാപികൾ മാനസാന്തരപ്പെടും, നീതിമാന്മാർ വരപ്രസാദം ലഭിച്ച് നിത്യജീവൻ നേടും. എന്തൊരു വലിയ വാഗ്ദാനമാണിത്! ഇതിനേക്കാളും വലിയ വാഗ്ദാനം എവിടെ നിന്ന് കിട്ടും? അതാണ് അമ്മയുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അമ്മ വലിയ വാഗ്ദാനങ്ങൾ നൽകും. ഞാനായിരുന്ന ഇടവകയിൽ ഒരു കപ്പ്യാർ റിട്ടയർ ചെയ്തു. പ്രായമായതുകൊണ്ട് അങ്ങനെ റിട്ടയർ ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പൊ വേറെ ആള് കപ്പ്യാരായി. ഈ അപ്പച്ചൻ എന്നോട് പറയും, ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഒത്തിരി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തരും. എൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, എനിക്ക് ഒരു മാസാദ്യ വെള്ളിയാഴ്ച മരിക്കണം. കാരണം മാസാദ്യ വെള്ളിയെ സ്നേഹിക്കുന്ന ഒരു കപ്പ്യാരാണ്. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും രാവിലെ 5:30 ഈ അപ്പച്ചൻ മണിയടിക്കുമ്പോൾ പള്ളിയിലുണ്ടാവും. അന്ന് വൈകിട്ടാണ് കുർബാന. വൈകിട്ട് കുർബാനയും കഴിഞ്ഞ് ഒരു 9 മണി ആ മണിയും അടിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അപ്പം മാസാദ്യ വെള്ളിയെ സ്നേഹിക്കുന്ന ഈ അപ്പച്ചൻ്റെ ആഗ്രഹം മരിക്കുമ്പോൾ മാസാദ്യ വെള്ളിയാഴ്ച തന്നെ മരിക്കണം, അന്ന് തന്നെ അടക്കം ചെയ്യണം. ഇത് അപ്പച്ചൻ്റെ ഒരു ആഗ്രഹമാണ്. വരുന്ന അച്ഛന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളോടും പറഞ്ഞിട്ടുണ്ട്. മരിക്കുമ്പോൾ മാസാദ്യ വെള്ളിയാഴ്ച തന്നെ ഞാൻ മരിക്കും, മാതാവ് എന്നെ അതിന് സഹായിക്കും. എപ്പോഴും കയ്യിലൊരു കൊന്തയുണ്ടാവും. ആ ജപമാല ഉരുട്ടിക്കൊണ്ടല്ലാതെ അപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. പ്രായമായതുകൊണ്ടാണ് കപ്പ്യാരിൽ നിന്ന് പണി ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ നിൽക്കുമായിരുന്നു. പക്ഷെ എന്നാലും പള്ളി തന്നെയാണ്, എപ്പോഴും പള്ളി തന്നെ പ്രാർത്ഥിക്കാൻ എപ്പോഴും ആഗ്രഹിക്കും. അങ്ങനെ ഒരു മാസാദ്യ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ഞാൻ മുറിയിലായിരിക്കുമ്പോൾ ഈ അപ്പച്ചൻ്റെ ഒരു മകൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ, അച്ഛാ, അപ്പച്ചന് വേണ്ടുന്നത് വേണമെന്ന് അപ്പച്ചൻ ആവശ്യപ്പെട്ടു. അതായത് വേണ്ടെന്ന് പറഞ്ഞാൽ രോഗീ ലേപനം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെയും കൂടി പള്ളിയിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു പോയതാണല്ലോ, അത്രയും ആവശ്യതയൊന്നും ഞാൻ കണ്ടില്ല. എന്നാലും അപ്പച്ചൻ ആവശ്യപ്പെട്ടതാണ്. ഞാൻ വേഗം അതിനുള്ള സൗകര്യങ്ങളുമായി അവിടേക്ക് ചെന്നു. അപ്പച്ചൻ നല്ല ഓർമ്മയുണ്ട്. വേണ്ടുന്നത് കൊടുത്തു, രോഗീലേപനം കൊടുത്തു. രോഗീലേപനം ഓർമ്മയോടെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് കൊടുത്ത് അപ്പച്ചനോട് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ഞാൻ തിരിച്ച് പള്ളിയിലെത്തി. അല്പം കഴിഞ്ഞപ്പോഴേക്കും അതേ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ മരിച്ചു, അപ്പച്ചൻ മരിച്ചു. അതൊരു മാസാദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പച്ചൻ്റെ ആഗ്രഹം അതായിരുന്നു, മാസാദ്യ വെള്ളിയാഴ്ച മരിക്കണം. ഈശോയെ സ്നേഹിച്ച, അമ്മയെ സ്നേഹിച്ച, ജപമാലയെ സ്നേഹിച്ച ഈ അപ്പച്ചൻ്റെ ആഗ്രഹം നടത്തിക്കൊടുത്തു. രാവിലെ അപ്പച്ചൻ മരിച്ചു, അന്ന് തന്നെ അടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം അപ്പച്ചൻ്റെ അടക്ക ശുശ്രൂഷയും നടത്തി. അതാണ് അമ്മ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതമ്മ സാധിച്ചു തരും. നമ്മുടെ പ്രാർത്ഥന എന്താണോ അതമ്മ സാധിച്ചു തരും. കാരണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കാതിരിക്കാൻ അമ്മയ്ക്കാവില്ല. നല്ല മരണം നൽകും, സ്വർഗത്തിന് നമ്മെ ഒരുക്കും, സ്വർഗം നൽകും, പാപികൾ മാനസാന്തരപ്പെടും, നീതിമാൻ വരപ്രസാദം ലഭിച്ച് നിത്യജീവൻ നേടും. ഇതിനും വലിയ അനുഗ്രഹം എന്താ ഉള്ളത്? അതാണ് അമ്മ. അമ്മയുടെ അനുഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. ആമേൻ.